Hi, my dear ones. Welcome to CSCB Ranker, your one-stop channel for cracking CSCB exams in Kerala. Questions നോക്കാം. Question number 1. Who has the power to supersede the committee of a society? Answer: the registrar, after inquiry or based on reports from subordinates, financing bank or vigilance authorities. ഒരു സൊസൈറ്റിയുടെ കമ്മിറ്റിയെ നീക്കം ചെയ്യുന്നതിനുള്ള അധികാരം ആർക്കാണുള്ളത്? രജിസ്ട്രാറാണ് സൂപ്പർസെഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ നീക്കം ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ സ്വന്തമായ അന്വേഷണത്തിൻ്റെ ഫലമായിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സബോർഡിനേറ്റ്സിൻ്റെ റിപ്പോർട്ട് പ്രകാരം, ഫിനാൻസ് ബാങ്കിൻ്റെ റിപ്പോർട്ട് പ്രകാരം, വിജിലൻസ് അതോറിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരമൊക്കെ ഒരു സൂപ്പർസെഡിനുള്ള സാധ്യതയുണ്ടാവും. ക്വസ്റ്റ്യൻ നമ്പർ 2. അണ്ടർ സെക്ഷൻ 32A, when can a committee be superseded? Answer: if it persistently defaults, is negligent in duties or acts prejudicial to the society's interest. സെക്ഷൻ 32A പ്രകാരം എപ്പോഴൊക്കെയാണ് കമ്മിറ്റിയെ നീക്കം ചെയ്യുന്നത്, സൂപ്പർസെഡ് ചെയ്യുന്നത്? എപ്പോഴൊക്കെയാണ്? പെർസിസ്റ്റൻ്റ്ലി ഡീഫോൾട്ട്സ്, തുടർച്ചയായിട്ടുള്ള തെറ്റുകൾ വരുത്തുക, അതുപോലെ ദൗത്യ നിർവഹണത്തിൽ നെഗ്ലിജൻസ്, ഉത്തരവാദിത്വമില്ലാതെ കാണിക്കുക, പിന്നെ സൊസൈറ്റിയുടെ താല്പര്യങ്ങൾക്ക് എതിരായിട്ട് പ്രവർത്തിക്കുക. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ സൂപ്പർസെഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 3. What does section 32B specify? Answer: supersession if committee willfully disobeys or fails to comply with the lawful orders or directions. സെക്ഷൻ 32B എന്തിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്? അവിടെയും സൂപ്പർസെഷൻ തന്നെയാണ്. ഏത് സാഹചര്യത്തിലാണെന്ന് പറഞ്ഞാൽ, നിയമപരമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അറിഞ്ഞുകൊണ്ട് അനുസരിക്കാതിരിക്കുന്ന അവസ്ഥ. അങ്ങനെയുള്ളപ്പോഴാണ് 32B പ്രകാരം സൂപ്പർസെഷൻ വരുന്നത്. നെക്സ്റ്റ്, ക്വസ്റ്റ്യൻ നമ്പർ 4. വാട്ട് ആക്ഷൻ ഓഫ് കമ്മിറ്റി ലീഡ്സ് ടു സൂപ്പർസെഷൻ അണ്ടർ സെക്ഷൻ 32C? ആൻസർ: മേക്കിംഗ് പേയ്മെൻറ്റ്സ് കോൺട്രറി ടു ആക്ട്, റൂൾസ് ഓർ ബൈലോസ് ഓർ കോസിംഗ് ലോസ് ഓർ ഡാമേജ് ടു സൊസൈറ്റീസ് അസറ്റ്സ് by breach of trust or willful negligence. സെക്ഷൻ 32C പ്രകാരം കമ്മിറ്റിയുടെ ഏത് പ്രവർത്തികളാണ് സൂപ്പർസെഷനിലേക്ക് നയിക്കുന്നത്? ആക്ടിനും റൂളിനും ബൈലോയ്ക്കും എതിരായിട്ടുള്ള ചില പണത്തിൻ്റെ ചിലവഴിക്കലുകൾ, അതുപോലെ സംഘത്തിൻ്റെ അസറ്റുകളിൽ നഷ്ടം വരുത്തുന്ന ആ ഒരു സാഹചര്യം, പിന്നെ വിശ്വാസവഞ്ചന, പിന്നെ അറിഞ്ഞുകൊണ്ടുള്ള അശ്രദ്ധ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ സൂപ്പർസെഷൻ വരുന്നത് സെക്ഷൻ 32C പ്രകാരമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 5. ഹൂ ക്യാൻ ബി അപ്പോയിൻറ്റഡ് വെൻ എ കമ്മിറ്റി ഈസ് സൂപ്പർസെഡഡ് ആൻഡ് ഫോർ ഹൗ ലോങ്? ആൻസർ: ആൻ അഡ്മിനിസ്ട്രേറ്റർ ഓർ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി, മാക്സിമം 3 persons, 1 convener from society members, for a period not exceeding 6 months. ഒരു സൊസൈറ്റിയുടെ കമ്മിറ്റിയെ മാറ്റി നിർത്തിയാൽ, സൂപ്പർസെഡ് ചെയ്താൽ, അതിന് പകരമായിട്ട് ആരെയാണ് നിയമിക്കുന്നത്? എത്ര നാളുകൾക്ക് വേണ്ടിയാണ്? ഒരു അഡ്മിനിസ്ട്രേറ്ററെയോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെയോ ആണ് കമ്മിറ്റി മെമ്പേഴ്സിന് പകരമായിട്ട് നിയമിക്കുന്നത്. ഇത് മാക്സിമം 3 ആളുകളാണ് ഈ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയിൽ ഉണ്ടാവുന്നത്. അതിലൊരാൾ കൺവീനറായിരിക്കും. അദ്ദേഹം സൊസൈറ്റിയുടെ മെമ്പേഴ്സിൽ ഒരാളായിരിക്കുകയും വേണം. അത് അമെൻമെൻറ്റിൽ വന്നിരിക്കുന്നതാണ്. അതുപോലെ അവരെ നിയമിക്കുന്നത് മാക്സിമം 6 മാസത്തേക്കായിട്ടായിരിക്കും, നോട്ട് എക്സീഡിങ് 6 months. ക്വസ്റ്റ്യൻ നമ്പർ 6. വാട്ട് ഈസ് ദ ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് members of a superseded committee under section 32E? Answer: they cannot conduct elections, be nominated to committees, or be appointed as
administrator in any society for the next one term. സൂപ്പർസെഡ് ചെയ്ത അല്ലെങ്കിൽ നീക്കം ചെയ്യപ്പെട്ട കമ്മിറ്റി മെമ്പേഴ്സിൻ്റെ ഡിസ്ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്നാണ് സെക്ഷൻ 32(e)യിൽ പറയുന്നത്. ഒരു ടേമിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രാവശ്യത്തേക്ക് അവർക്ക് ഇലക്ഷനിൽ മത്സരിക്കാൻ സാധിക്കില്ല. അതുപോലെ കമ്മിറ്റി മെമ്പേഴ്സായിട്ട് നോമിനേഷൻ കൊടുക്കാൻ പാടില്ല. അതുപോലെ അഡ്മിനിസ്ട്രേറ്ററായിട്ട് അപ്പോയിൻ്റ് ചെയ്യാനായിട്ടും ഉള്ള അനുവാദവും അവർക്കുണ്ടായിരിക്കുന്നതല്ല. ഏതെങ്കിലും ഒരു സൊസൈറ്റിയുടെ പോലും അഡ്മിനിസ്ട്രേറ്ററായിട്ട് അപ്പോയിൻമെൻറ്റ് ചെയ്യാൻ പാടില്ല. നമുക്കിനി അടുത്ത സെക്ഷനിലോട്ട് കിടക്കാം. സെക്ഷൻ 32 subsection 2. The registrar shall consult the financing bank and circle cooperative union or state cooperative union as the case may be before passing an order under subsection 1. രജിസ്ട്രാർ ഒരു സൊസൈറ്റിയുടെ മാനേജിംഗ് കമ്മിറ്റിയെ സൂപ്പർസെഡ് ചെയ്യുന്നതിന് മുൻപ് തീർച്ചയായിട്ടും ഫിനാൻസിങ് ബാങ്കുമായിട്ട് കൺസൾട്ടേഷൻ നടത്തണം. അതുപോലെ തന്നെ ഒന്നുകിൽ സർക്കിൾ കോഓപ്പറേറ്റീവ് യൂണിയനായിട്ടോ അല്ലെങ്കിൽ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയനുമായിട്ടോ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് ഈ സൂപ്പർസെഷൻ എന്നതിലേക്ക് കടക്കുന്നത്. അത് പറയുന്നതാണ് സെക്ഷൻ 32(2)ൽ. നമ്മൾ പറഞ്ഞു സർക്കിൾ കോഓപ്പറേറ്റീവ് യൂണിയനെയോ അല്ല എങ്കിൽ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയനെയോ എന്ന് പറഞ്ഞു. അത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് താഴെ പറയുന്നത്. In the case of a cooperative society, only after consulting the circle cooperative union concerned, and in the case of an apex society or a central society, only after consulting the state cooperative union. ഇവിടെ പറയുന്നു ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ഈ സൂപ്പർസെഷനിലോട്ട് അവരുടെ മാനേജിംഗ് കമ്മിറ്റിയാണ് മാറുന്നതെങ്കിൽ രജിസ്ട്രാർ എപ്പോഴും സർക്കിൾ കോഓപ്പറേറ്റീവ് യൂണിയനെയാണ് കൺസൾട്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഒരു അപ്പെക്സ് സൊസൈറ്റിയോ സെൻട്രൽ സൊസൈറ്റിയുടെയോ മാനേജിംഗ് കമ്മിറ്റിയെയാണ് സൂപ്പർസെഡ് ചെയ്യേണ്ടതെങ്കിൽ മസ്റ്റായിട്ടും സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയനെയാണ് കൺസൾട്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ് സെക്ഷൻ 32 subsection 3. Notwithstanding anything contained in subsection 1 or subsection 2, it shall not be necessary to give an opportunity to the committee to state its objections and to consult the unions and financing banks in cases where the registrar is of the opinion that it is not reasonably practicable to do so, subject however to the condition that in such cases the period of supersession shall generally be for 6 months, and in case a new committee cannot be constituted or enter upon office in accordance with the bylaws of the society within the period of supersession, the period may be extended for a further period not exceeding 6 months. 32(3)ൽ പറയുന്നു, സബ്സെക്ഷൻ 1-2 പല കാര്യങ്ങളും സൂപ്പർസെഷനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും സൂപ്പർസെഷൻ എന്നൊരു അവസ്ഥയിൽ കമ്മിറ്റിക്ക് എതിർപ്പ് പ്രകടിപ്പിക്കാനോ അല്ലെങ്കിൽ യൂണിയനുകളും ഫിനാൻസിങ് ബാങ്കുകളുമായിട്ടൊക്കെ കൂടിയാലോചിക്കാനുള്ള അവസരം കൊടുക്കണമെന്നൊന്നും ഇല്ല. രജിസ്ട്രാർക്ക് ന്യായമായും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിനുള്ള ഒരു സാധ്യതയില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ടതില്ല, ഈ കൺസൾട്ടേഷൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന സന്ദർഭത്തിൽ സൂപ്പർസെഷൻ്റെ കാലാവധി 6 മാസത്തേക്കായിരിക്കും. ഇനി ഈ 6 മാസം കഴിഞ്ഞിട്ടും പുതിയൊരു കമ്മിറ്റിയെ രൂപീകരിക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ 6 മാസം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാനുള്ള അവകാശമുണ്ട്. നെക്സ്റ്റ് ബുള്ളറ്റ് പോയിൻറ്റ്സ് ആക്കിയിരിക്കുന്നത് നോക്കാം. സെക്ഷൻ 32 subsection 2. Registrar must consult financing bank and cooperative unions before passing order under section 32 subsection 1. For cooperative society, consult circle cooperative union, and for apex or central society, consult state cooperative union.
Next, section 32, subsection 3. Consultation and opportunity not necessary if registrar feels it is not practicable. Period of supersession generally 6 months. If new committee cannot be formed, may extend once more for maximum 6 months. അടുത്തതായി കഴിഞ്ഞ ക്ലാസ്സിലെ ക്വസ്റ്റിൻ്റെ ആൻസേഴ്സ് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, വേർ ഈസ് ദ സ്പോർട്സ് സ്റ്റേഡിയം ഗ്രീൻ പാർക്ക് ലൊക്കേറ്റഡ്? ആൻസർ കാൺപൂർ. നെക്സ്റ്റ്, മീനിങ് ഓഫ് ഫീബിൾ? ആൻസർ വീക്ക്, ദുർബലമായ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഓഡ് വൺ. PRT, HJL, KMO, BDF. ആൻസർ KMO. ഇവിടെയും നമ്മൾ ഇംഗ്ലീഷ് ലെറ്റേഴ്സിൻ്റെ ഒപ്പമുള്ള നമ്പേഴ്സിനെ കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. PRT എന്ന് പറയുമ്പോൾ P 16ാമത്തെ ലെറ്ററാണ്, R 18ാമത്തെ ലെറ്ററാണ്, T 20ാമത്തെ ലെറ്ററാണ്. ഇത് കൂട്ടുമ്പോൾ 54 എന്ന ഒരു ഇരട്ട സംഖ്യയാണ് കിട്ടുന്നത്. അതുപോലെ HUL ഇവയുടെ നമ്പേഴ്സ് കൂട്ടുമ്പോൾ 30 എന്നുള്ള ഇരട്ട സംഖ്യയാണ് കിട്ടുന്നത്. അടുത്ത BDF, അതിൻ്റെയും ലെറ്റേഴ്സിൻ്റെ നമ്പേഴ്സ് കൂട്ടുമ്പോൾ 12 ആണ് കിട്ടുന്നത്. എന്നാൽ KMO എന്ന് പറയുന്ന ആ വേർഡിൻ്റെ കോമ്പിനേഷനിൽ 11, 13, 15 ഇത് കൂട്ടുമ്പോൾ 39 ആണ് കിട്ടുന്നത്. 39 ഒരു ഒറ്റ സംഖ്യയാണ്. അപ്പോൾ ഇവിടെ നമ്മൾക്കൊരു വ്യത്യാസമെന്ന് പറയാൻ അതാണ് കാണുന്നുള്ളൂ. Now, your turn to answer. Question number 1. Trachoma is a bacterial infection that affects your dash. Next, meaning of drudgery. Next, when students are arranged in a line on the basis of height, Raju's position was 15th. If he is 20th from the last, how many students are there in his class? Leave your answer in the comment box and stay tuned for the next episode. Thank you.